ഗുഡ് മോർണിംഗ്. കാലത്തെ തന്നെ ഞാൻ മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ പോണ്ടിയിൽ നിന്ന് കുറച്ച് ഗപ്പിക്കുട്ടന്മാരെ മാറ്റണം. കുറച്ചെന്നല്ല, പരമാവധി കിട്ടുന്ന അത്രയും മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ആ കുറച്ച് വെള്ളം കൂടി ഇനി വറ്റിക്കാനുള്ളൂ. അപ്പോൾ അത് വറ്റിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ എണ്ണങ്ങൾ പോവും. അപ്പോൾ അത്യാവശ്യം നല്ലതിനെയൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ പെറുക്കി എന്ന് പറഞ്ഞാൽ എനിക്കിതിനകത്ത് നെറ്റ് എൻ്റെ ചീത്തയായി പോയി ഫിഷിനെ പിടിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള വാലൊക്കെ കാണാൻ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ തപ്പി നോക്കി ഞാനിങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ മാത്രം ഞാൻ ആ ലോട്ടസിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നതാണ്, കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞപ്പോൾ ലോട്ടസിൽ നിന്ന് ഓവർഫ്ലോ ആയി താഴേക്ക് പോണ്ടിലേക്ക് വീണ് അവിടെ കിടന്ന് കണ്ടമാനം ഇങ്ങനെ പെറ്റി പെരുകിയതാണ് കേട്ടോ. കിട്ടാവുന്ന കുറച്ച് നല്ല ഗപ്പി കുഞ്ഞുങ്ങളെ ഞാനെടുത്ത് വീണ്ടും ലോട്ടസിൻ്റെ ഉള്ളിലേക്ക് മാറ്റുകയാണ്. കാരണം പോണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വലിയ മീനുകൾ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴിക്കാർപ്പിനെയൊക്കെ ഇടണമെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു. ബട്ട് നമുക്കിങ്ങനെ അത് കഴിക്കാൻ പറ്റുന്ന മീനാണോ എന്ന് എനിക്കറിയില്ല. കഴിക്കാൻ പറ്റുന്ന കുറച്ച് മീനുകൾ വളർത്താനാണ് നമ്മൾ ഇത്രയും വലിയ പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. എന്തായാലും കുറച്ച് ദിവസം കൂടി എടുക്കും ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ വലിയ മീനുകളെ ഇതിനകത്ത് പോണ്ടിലേക്ക് വളർത്താനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ.